വേഗം പറഞ്ഞ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ എല്ലാ ദൈവങ്ങൾക്കും അറിയിക്കുന്നു. ഈ പ്രഭാത സമയത്ത് ദൈവങ്ങൾ ഷെയർ ചെയ്ത ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം സദൃശവാക്യങ്ങൾ 28:19. നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസ്സാരന്മാരെ പിൻചെല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യ പ്രഭാത ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി നന്ദി പറയാം. കാരണം ഈ ഒരു വാക്യത്തിൽ നമ്മുടെ ദൈവം നമ്മുടെ ശക്തമായിട്ട് ഇടപെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോക ജീവിതത്തിൽ നമ്മൾ ദൈവമക്കളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇടപെടാതെ മടി കൂടാതെ ദൈവസന്നിധി നേരോടെ വിശ്വസ്തയോടെ നിൽക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് വ്യക്തമായിട്ട് നമ്മുടെ അള്ളിപ്പാട് തരികയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കുറ്റം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളൊരു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പലപ്പോഴും കർത്താവിന് കൊടുക്കേണ്ട രീതിയിലൊരു ആരാധനയോ ഒരു പാട്ടോ ഒരു സ്തുതിയോ ഒന്നും നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന ചിന്തയല്ല, ഞാൻ ദൈവമകളാ, ഇത്രയും മതി, ഇതുകൊണ്ട് തന്നെ ഓക്കെയാ, ഞാൻ ഈ കാണുന്ന രീതിയിൽ തന്നെ ഞാനങ്ങ് പോയാൽ മതി എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് പല ചിന്തകൾ കടന്നു വരും. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് തന്നെ ദൈവത്തെ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതവിടെ വ്യക്തമായി പറഞ്ഞത്, നിലം കൃഷി ചെയ്യുന്നതിന് ആഹാരം സമൃദ്ധിയായി കിട്ടുമെന്ന്. ഈ ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും കർത്താവിനടുത്ത് പരാതി പറയേണ്ടത്, കർത്താവേ എനിക്ക് അത് ലഭിച്ചില്ല, എനിക്കിത് ലഭിച്ചില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എൻ്റെ കരങ്ങളിൽ കിട്ടിയില്ല, എനിക്ക് വാഗ്ദത്തങ്ങൾ പലതും കർത്താവേ അങ്ങ് എനിക്ക് തന്നിട്ടുണ്ട്. പല പ്രവാചകന്മാരിൽ കൂടി പല ദേവദാസന്മാരിൽ കൂടി എൻ്റെ ജീവിതത്തിൽ വളരെയധികം വാഗ്ദത്തങ്ങൾ ഉള്ള ഒരു വ്യക്തി ജീവിതമാണ് ഞാൻ നിറയെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നിറവേറിയിട്ടില്ല, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോട് പരാതി പറയണ്ടല്ലേ. പക്ഷെ അതിന് കർത്താവ് തക്കതായിട്ടൊരു മറുപടി, ഒരു ആൻസർ നമ്മുടെ ജീവിതത്തിൽ തരുക. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കർത്താവ് ആഗ്രഹിക്കുന്ന ലെവൽക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നില്ല, ദൈവസന്നിധിയിൽ നമ്മൾ മുഴങ്കാൽ മടക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തില് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കുറേയായിട്ട് തന്നെ കർത്താവ് കാണുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ട എല്ലാ സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കുമെന്ന് വ്യക്തമായി പറയുക. കാരണം വ്യക്തമായി പറഞ്ഞത്, നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും. കാരണം നമ്മൾ വചനത്തിൽ പഠിക്കുന്ന പോലെ തന്നെ യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നല്ലേ. പക്ഷെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ യാചിക്കുന്നുണ്ടോ, കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കേണ്ട രീതിയിൽ നമ്മൾ അപേക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഇല്ല എങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ നമ്മൾ ശുദ്ധീകരിച്ച് മനം തിരിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരണം. കാരണം അത് അങ്ങനെ ചെയ്യാത്ത സമയങ്ങളിൽ എന്ത് സംഭവിക്കും, പലപ്പോഴും നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകും. നമുക്ക് കിട്ടാനുള്ള വാഗ്ദത്തങ്ങൾ നമ്മൾ കയ്യെത്തും ദൂരത്തെത്തുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ സ്ലിപ്പായി പോകാണ്ടല്ലേ. അതിന് കാരണക്കാരാരാ? ദൈവമല്ല, അല്ലെ കർത്താവല്ല അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ അതെല്ലാം പറഞ്ഞ് നിരപ്പായി ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരണം. കർത്താവ് നമ്മളെ ഏത് രീതിയിലെടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ സമൃദ്ധിയായി തന്നെ നമ്മൾ ദൈവത്തിനായിട്ട് നിൽപ്പാനും നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായി അനുഗ്രഹങ്ങൾ ലഭിപ്പാനും ഇടയാകും. ഇല്ലാത്ത പക്ഷമോ നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു ഒത്തുതീർപ്പിലങ്ങ് പോകും. തട്ടിയും മുട്ടി നമ്മുടെ മനുഷ്യമായിട്ട് നമ്മൾ പഴഞ്ചൊല്ല് പറഞ്ഞ പോലെ തട്ടിയും മുട്ടി നമ്മൾ അങ്ങ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളല്ലേ. ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ തിരുത്തി നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും. ഇല്ലാത്ത പക്ഷെ എന്ത് സംഭവിക്കും, നമ്മുടെ ലൈഫിൽ ദാരിദ്ര്യം നമ്മളെ വിട്ടൊഴിയത്തില്ല. ദാരിദ്ര്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഭൗതികമായിട്ടൊരു നന്മ അല്ലെങ്കിൽ അത് മാത്രം നമ്മൾ ഉദ്ദേശിക്കും. അത് മാത്രമല്ല, ആത്മീയമായും നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി തീരും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വന്ന് നമ്മൾ മറുപടി ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ദൈവത്തോട് അടുത്ത് വന്ന് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ആയിത്തീരും. നമുക്ക് സഹായിക്കട്ടെ. ഈ വചനത്താൽ എല്ലാ ദൈവങ്ങളെയും ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാ ദൈവങ്ങൾക്കും നേർന്നുകൊണ്ട് ഞാൻ വചനത്തിൽ ചുരുക്കുന്നു. ആമേൻ.